കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ തത്സമയം ചേരുകയാണ്. ഈ കാസർഗോഡും ഇന്ന് ഓറഞ്ച് അലേർട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഇപ്പം എങ്ങനെയുണ്ട് അരുൺ മഴയുടെ തീവ്രത? നന്നായി മഴ പെയ്യുന്നുണ്ടോ? ഞാൻ മഴയുടെ ഒരു ആരാധകനാണ് എന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എസ്കെൻ ഗുഡ് മോർണിംഗ്. എസ്കെൻ, കാസർഗോഡ് ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ടാണ്. പക്ഷേ ശക്തമായ മഴ ഇതുവരെയും ജില്ലയിൽ എവിടെയും ലഭിച്ചിട്ടില്ല. ഇന്നലെ രാത്രി മുതൽ തന്നെ ചെറിയ തോതിലുള്ള ചാറ്റൽ മഴയുണ്ട്. ഇന്ന് രാവിലെയും ചാറ്റൽ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ മഴ മാറി നിൽക്കുകയാണ്. ശക്തമായ കാറ്റ് മുന്നറിയിപ്പുണ്ട്. പക്ഷേ കാറ്റും ഇതുവരെയും വീശിയിട്ടില്ല. പക്ഷേ ഈ തീരദേശ മേഖലയും അതുപോലെ തന്നെ മലയോര മേഖലയും കേന്ദ്രീകരിച്ച് ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ശക്തമായ തിരമാലകൾ തീരദേശ മേഖലയിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രത്യേകമായും ആശങ്കയുള്ളത്. രാത്രിയാത്രാ നിരോധനം ഉണ്ടായേക്കും. രാത്രിയാത്രയിൽ ഈ നിയന്ത്രണം ഉണ്ടായേക്കും എന്നൊരു കാര്യം ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പുഴകൾ കേന്ദ്രീകരിച്ച് ഉപ്പള പുഴ, പൊത്തികെ പുഴ, തേജസ്വിനി പുഴ, ചന്ദ്രഗിരി പുഴ, ഈ പുഴകളിലാണ് മഴയുടെ ആദ്യഘട്ടത്തിൽ ജലനിരപ്പ് ഉയർന്നിരുന്നത്. മഴ തുടർച്ചയായി ലഭിക്കുകയാണെങ്കിൽ ഉപ്പള പുഴയും പൊത്തികെ പുഴയും പെട്ടെന്ന് തന്നെ നദികൾ കരകവിയാനുള്ള സാധ്യതയുണ്ട്. ആ നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഈ ചന്ദ്രഗിരി പുഴയും തേജസ്വിനി പുഴയും ശക്തമായ മഴ ലഭിച്ചാൽ അതിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അവിടെയുള്ള വീട്ടുകാരോടും അവിടെ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ദേശീയപാത കടന്നു പോകുന്ന സ്ഥലങ്ങളാണ് മറ്റൊരു ജാഗ്രതാ നിർദ്ദേശമുള്ളത്. അത് ബേവിഞ്ച, ചട്ടഞ്ചാൽ, വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് എന്നീ പ്രദേശങ്ങളാണ്. അവിടെ മണ്ണിടിച്ചിൽ സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവിടെ മുന്നൊരുക്കങ്ങളൊക്കെ ഈ ജില്ലാ ഭരണകൂടം നടത്തിയിരുന്നു. 150-ലധികം വീടുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു. ഇപ്പോൾ ഒരു കാലാവസ്ഥ മുന്നറിയിപ്പ് വരുന്നു. അടുത്ത 3 മണിക്കൂറിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യമാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ അടുത്ത 3 മണിക്കൂറിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കുമെന്നാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇടത്തരം മഴയ്ക്കോ ചിലപ്പോൾ ശക്തമായ മഴയ്ക്കോ അടുത്ത 3 മണിക്കൂറിൽ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും അവസാനം ലഭിച്ച റിപ്പോർട്ട് പ്രകാരം നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. ലേറ്റസ്റ്റ് റഡാർ ചിത്രപ്രകാരമാണ് ഈ കാര്യം കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ആവശ്യമായ ജാഗ്രത നമ്മൾ പാലിക്കണം.